മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. ടാക്സോണമിയിൽ ഇപ്പോൾ പ്രിവലൻ്റ് ആയിട്ടുള്ള പുതിയ ടെക്നിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ സെഷൻ മേജറായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ അക്കോർഡിംഗ് ടു മോഡേൺ ടാക്സോണമി, it mainly focuses on not only the classification of organisms but also their phylogeny. അപ്പോൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്രമല്ല മോഡേൺ ടാക്സോണമി ഫോക്കസ് ചെയ്യുന്നത്. അവിടെ ഓർഗാനിസത്തിൻ്റെ എവല്യൂഷണറി ഹിസ്റ്ററി അല്ലെങ്കിൽ എവല്യൂഷണറി റിലേഷൻഷിപ്സ് അല്ലെങ്കിൽ ഫൈലോജനി അതും കൂടെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ പ്ലസ് ഫൈലോജനിയാണ് മോഡേൺ ടാക്സോണമി. ഇപ്പോൾ ഫൈലോജനി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ബ്രീഫായിട്ട് അനലൈസ് ചെയ്യാം. ഫൈലോജനി ഈസ് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്സ് എമംഗ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓഫ് ഓർഗാനിസംസ് ആൻഡ് ദെയർ എവല്യൂഷണറി ഡെവലപ്മെൻറ്റ്. എവല്യൂഷണറി ഹിസ്റ്ററിയെ ബേസ് ചെയ്ത്, എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷനെ ബേസ് ചെയ്ത് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഫൈലോജനി എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈലോജനി attempts to trace the evolutionary history of all life on the planet. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എല്ലാ ലൈഫും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ്. ഇപ്പോൾ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ലൈഫ് ഫോംസിൻ്റെയും ആൻസിസ്റ്റർ സെയിം ആണ്. പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തിൽ, പ്രിമിറ്റീവ് ഓഷ്യനിൽ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഫസ്റ്റ് ലൈഫ് ഫോം, ഫസ്റ്റ് യൂണിസെല്ലുലാർ ലൈഫ് ഫോം ആണ് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ. ഈ ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇപ്പോഴുള്ള എല്ലാ ഓർഗാനിസംസും ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷന് ഉറപ്പായിട്ടും ഫൈലോജനിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസിഫിക്കേഷൻ ആയിരിക്കണം, അങ്ങനെയുള്ളൊരു സിസ്റ്റം ആയിരിക്കണം. ഇതാണ് മോഡേൺ ടാക്സോണമിയുടെ ഒരു ട്രെൻഡ്. ഇവിടെ നിങ്ങൾ കാണുന്നത് ട്രീ ഓഫ് ലൈഫ് എന്ന് പറയും. ദിസ് ഈസ് എ ഫൈലോജനറ്റിക് ട്രീ which explains the origin of all life forms from a common ancestor. അതായത് ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസിസ്റ്റർ ആയിട്ടുള്ള ഫസ്റ്റ് ലൈഫ് ഫോം, അതിൽ നിന്ന് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്ടീരിയ, ആർക്കിയ, ദെൻ യൂക്കാരിയോട്ട, ഇതിൻ്റെ എല്ലാം ഡൈവേർജൻസ് എങ്ങനെയാണ് നടന്നത് എന്ന് വളരെ സിമ്പിളായിട്ട് കാണിക്കുന്ന ഒരു ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ടാക്സോണമിയിൽ ഉറപ്പായിട്ടും എന്ത് വരണം? ഫൈലോജനി വരണം, എവല്യൂഷണറി റിലേഷൻഷിപ്സ് ഇൻക്ലൂഡഡ് ആകണം. അതിനുവേണ്ടി മോഡേൺ ടാക്സോണമി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് മോളിക്കുലാർ ടാക്സോണമി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സബ് ഡിവിഷനാണ് മോളിക്കുലാർ ടാക്സോണമി. സാധാരണ കൺവെൻഷണൽ ടാക്സോണമി ചെയ്യുന്നത് ഓർഗാനിസത്തിൻ്റെ സിമിലാരിറ്റി ഡിസിമിലാരിറ്റീസ് അനലൈസ് ചെയ്യുന്നത് മോർഫോളജിക്കൽ ലെവലിലായിരിക്കും. അതായത് മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ സിമിലാരിറ്റി ഡിസിമിലാരിറ്റിയെ ബേസ് ചെയ്ത് ഓർഗാനിസത്തെ പല ഗ്രൂപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനേക്കാളും വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മോളിക്കുലാർ ടാക്സോണമി ഫോളോ ചെയ്യുന്നത്. ഇറ്റ് യൂസസ് മോളിക്കുലാർ ജെനറ്റിക്സ് to study the relationships among individuals. അപ്പോൾ ഇത് സിസ്റ്റമാറ്റിക്സിൻ്റെയും അതുപോലെ തന്നെ ബയോ ഇൻഫർമാറ്റിക്സിൻ്റെയും ഒരു അസോസിയേഷൻ്റെ ഫലമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിനെ കമ്പ്യൂട്ടേഷണൽ സിസ്റ്റമാറ്റിക്സ് എന്നും പറയാറുണ്ട്. ഇപ്പോൾ സിസ്റ്റമാറ്റിക്സിനകത്ത് ക്ലാസിഫിക്കേഷനും എവല്യൂഷണറി റിലേഷൻഷിപ്പുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. ഇനി ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത് ലൈഫിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ബയോ മോളിക്യൂൾസ് ഉണ്ട്, ബയോ മാക്രോ മോളിക്യൂൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയിക് ആസിഡ്സ്, DNA, RNA പോലെയുള്ള മറ്റീരിയൽസ്, പിന്നെ പ്രോട്ടീൻസ് പോലെയുള്ള മാക്രോ മോളിക്യൂൾസ്. ഇവയുടെയൊക്കെ സീക്വൻസിങ് നടത്തുക, അതായത് അവയുടെ സ്ട്രക്ചർ അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷൻ അത് മനസ്സിലാക്കിയെടുക്കുക ബൈ ദ യൂസ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി. അതിനെ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ബയോളജിക്കൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ഡേറ്റാ ബേസസ് ബയോ ഇൻഫർമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാക്രോ മോളിക്യൂൾസിൻ്റെയൊക്കെ സീക്വൻസിങ്ങിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലുള്ള കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് ഒക്കെ ബയോ ഇൻഫർമാറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
സീക്വൻസ് ചെയ്ത ഡേറ്റയെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഡേറ്റാബേസസ്, അത് സീക്വൻസ് ഡേറ്റാബേസസ് ആകാം അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡേറ്റാബേസസ് ആകാം. അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജിയെ ബയോളജിക്കൽ പ്രിൻസിപ്പിൾസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫീൽഡാണ് ബയോ ഇൻഫർമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബയോ ഇൻഫർമാറ്റിക്സിനെ സിസ്റ്റമാറ്റിക്സുമായിട്ട് ക്ലബ് ചെയ്തുമാണ്. അതാണ് മോളിക്കുലർ ടാക്സോണമിയുടെ മെയിൻ ആയിട്ടുള്ള ഫോക്കസ് എന്ന് പറയുന്നത്. ഓർഗാനിസത്തെ അതിൻ്റെ ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ് ബയോ ഇൻഫർമാറ്റിക്സ് ടൂൾസ് ഉപയോഗിച്ചിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, അതിനനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ഇൻ മോളിക്കുലർ ലെവൽ. അപ്പോൾ ജസ്റ്റ് മോർഫോളജിക്കൽ ഫീച്ചേഴ്സിൻ്റെ സിമിലാരിറ്റി ഡിസിമിലാരിറ്റി നോക്കിയിട്ടല്ല ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഹിയർ ക്ലാസിഫിക്കേഷൻ ഈസ് ഡൺ ബേസ്ഡ് ഓൺ ദ സിമിലാരിറ്റി ആൻഡ് ഡിസിമിലാരിറ്റി ഇൻ മോളിക്കുലർ ലെവൽ. അതായത് ന്യൂക്ലിയോടൈഡ് സീക്വൻസ്, പ്രോട്ടീൻ സീക്വൻസുകളെയൊക്കെ പരസ്പരം കമ്പയർ ചെയ്യുന്നു പല ഓർഗാനിസത്തിൻ്റെ, അതിനനുസരിച്ചിട്ട് അവയുടെ ക്ലാസിഫിക്കേഷൻ പ്രോപ്പറായിട്ട് നടത്തുന്നു. ക്ലോസ്ലി അസോസിയേറ്റഡ് ഓർഗാനിസംസ് ഷുഡ് ഹാവ് പ്രോട്ടീൻസ് വിത്ത് സിമിലർ അമിനോ ആസിഡ് സീക്വൻസസ് ഓർ ജീൻസ് വിത്ത് സിമിലർ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. ഇതാണ് മോളിക്കുലർ ടാക്സോണമിയുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഉള്ള ഓർഗാനിസംസ് തമ്മിൽ, അതായത് ഒരു സ്പീഷീസിലുള്ള ഓർഗാനിസം ആണെങ്കിൽ ആ സ്പീഷീസിൽ അവ എക്സിബിറ്റ് ചെയ്യുന്ന പ്രോട്ടീൻസിൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് സെയിം ആയിരിക്കും. അതുപോലെ തന്നെ അവയുടെ ന്യൂക്ലിയിക് ആസിഡിലുള്ള DNA-യിലുള്ള ജീൻസ്, ആ ജീൻസിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസും സിമിലർ ആയിട്ടുള്ള ആർക്കിടെക്ചർ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഈ അമിനോ ആസിഡ് സീക്വൻസിനെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെയും പല ഓർഗാനിസത്തിൻ്റെ പരസ്പരം കമ്പയർ ചെയ്യുന്നത് കൊണ്ട് പുതിയ തരത്തിലുള്ള സ്പീഷീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും അൺനോൺ സ്പീഷീസ് കിട്ടുകയാണെങ്കിൽ കൃത്യമായിട്ട് അതിനെ ഏത് സ്പീഷീസിലേക്ക് റെപ്രസെൻ്റ് ചെയ്യണം എന്ന് അറിയാൻ മേലാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ ആ കൺഫ്യൂഷനൊക്കെ ഇതുവഴി ഒഴിവായി കിട്ടുന്നു. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഹ്യൂമൻസിൻ്റെയും ചിമ്പാൻസിയുടെയും മക്കാക്ക അതിൻ്റെയും ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് പരസ്പരം കമ്പയർ ചെയ്തിരിക്കുന്നതാണ്. ആ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ജീനിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രമാണ് ഇവിടെ പരസ്പരം കമ്പയർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പാരിസൺ വഴി ഈ മൂന്ന് ഗ്രൂപ്പുകൾ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്പ്, അതായത് ഫൈലോജനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. Based on this comparison, we can easily say that chimpanzees are more related to human than macaque. മക്കാക്കയെക്കാളും കൂടുതൽ മനുഷ്യനുമായിട്ട് എവല്യൂഷണറി റിലേഷൻഷിപ്പ് ഉള്ള ഗ്രൂപ്പാണ് ചിമ്പാൻസി, അല്ലെങ്കിൽ ഹ്യൂമൻസ് ആൻഡ് ചിമ്പാൻസീസ് ആർ ക്ലോസ്ലി റിലേറ്റഡ്. ഇത് തന്നെ നമുക്ക് പല പ്രോട്ടീൻസിൻ്റെയും അമിനോ ആസിഡ് സീക്വൻസ് നോക്കിക്കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്ത് ആ കമ്പാരിസനെ ബേസ് ചെയ്ത് പറയാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഹിസ്റ്റോൺ പ്രോട്ടീൻസിൻ്റെ, ഹിസ്റ്റോൺ എന്ന് പറയുന്നത് ക്രോമസോമുകളുടെ DNA പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസേഷനെ സഹായിക്കുന്ന പ്രോട്ടീൻസാണ് ഹിസ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഹിസ്റ്റോൺ പ്രോട്ടീൻ്റെ അമിനോ ആസിഡ് സീക്വൻസ് പല ഓർഗാനിസത്തിൻ്റെ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അമിനോ ആസിഡ് സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ആയിട്ടാണ്. DNA സീക്വൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ATGC എന്ന് പറയുന്ന കോഡിലാണെങ്കിൽ അമിനോ ആസിഡ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ 20 അമിനോ ആസിഡ്സിൻ്റെ ആൽഫബറ്റ്സ് കോഡ് അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഹിസ്റ്റോൺ പ്രോട്ടീനിനെ അതിൻ്റെ സീക്വൻസ് വൈസ് ഹ്യൂമൻസ്, ചിമ്പാൻസി, മൗസ്, റാറ്റ്, കൗവ് ഒക്കെ ഈ ഓർഗാനിസത്തിൽ കമ്പയർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ കമ്പാരിസനെ ബേസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ സിമിലാരിറ്റി ഉള്ളത് ഹ്യൂമൻസും ചിമ്പാൻസിയും തമ്മിലാണ്. പിന്നെ മൗസ്, പിന്നെ റാറ്റ്, പിന്നെ കൗ. ഇതിൽ നിന്ന് ഈ ടാക്സ തമ്മിലുള്ള എവല്യൂഷണറി റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. മോളിക്കുലർ ടാക്സോണമിയുടെ ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കമ്പാരിസൺ ഓഫ് ഹോമോലോഗസ് സീക്വൻസസ് ഓഫ് ജീൻസ് യൂസിങ് സീക്വൻസ് അലൈൻമെൻറ്റ് ടെക്നിക്സ് ടു ഐഡൻറ്റിഫൈ സിമിലാരിറ്റി. അപ്പോൾ സീക്വൻസ്
അലൈൻമെൻറ്റ് കൊണ്ട്, സീക്വൻസ് കമ്പാരിസൺസ് കൊണ്ട് ഓർഗാനിസംസ് തമ്മിലുള്ള റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. അതൊരു മോളിക്കുലർ ടാക്സോണമിയുടെ മേജറായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവാണ്. പിന്നെ അടുത്ത മേജറായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് DNA ബാർകോഡിംഗ്. ഇപ്പോൾ DNA ബാർകോഡിംഗ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോട്ടോക്കോള് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. DNA barcoding is a method of species identification using a short section of DNA from a specific gene or genes. അതായത് ഒരു പർട്ടിക്കുലർ ഓർഗാനിസം, നിങ്ങളൊരു ടാക്സോണമിസ്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്പെസിമെൻ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പർട്ടിക്കുലർ ഓർഗാനിസം ഏത് സ്പീഷീസിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതൊരു പുതിയ സ്പീഷീസ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് DNA ബാർകോഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്പെസിമെനകത്തുള്ള ഒരു പർട്ടിക്കുലർ ജീന്, ആ ജീനിൻ്റെ ഒരു സ്പെസിഫിക് റീജിയനെ നമ്മൾ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. ആ പർട്ടിക്കുലർ DNA പോർഷൻ്റെ സീക്വൻസിനെ ഓൾറെഡി ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്ന ബയോ ഇൻഫോർമാറ്റിക് ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട്, ഓർഗാനിസത്തിൻ്റെ സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ DNA സീക്വൻസ്, നമ്മുടെ സ്പെസിമെനകത്തുള്ള സീക്വൻസ് ഓൾറെഡി ആ ഡേറ്റാബേസിനകത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഡേറ്റാബേസിലുള്ള ആ സ്പീഷീസിൽ, ഏത് സ്പീഷീസിലാണോ ആ ഡേറ്റാബേസ് സീക്വൻസ് വരുന്നത്, ആ സ്പീഷീസിൽ തന്നെയുള്ള ഓർഗാനിസമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ആ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷൻ നമുക്ക് നടത്താൻ പറ്റും. ആ ഗ്രൂപ്പിലേക്ക് നമ്മുടെ സ്പെസിമെനെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. ഇനി ആ ഡേറ്റാബേസിലുള്ള ഒരു സീക്വൻസ് അല്ല, പുതിയൊരു സീക്വൻസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു പുതിയ സ്പീഷീസ് ആണ്. അപ്പോൾ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടും പുതിയ സ്പീഷീസിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ഡിസ്കവർ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് DNA ബാർകോഡിംഗ്. ഇത് കൺവെൻഷനലായിട്ട് നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ബാർകോഡിംഗ് ടെക്നിക്ക് പോലെ തന്നെയാണ്. ബാർകോഡ് എന്ന് പറയുന്നത് സൂപ്പർ മാർക്കറ്റിലുള്ള ഓരോ പ്രോഡക്റ്റിനെയും ഡിസ്ക്രൈബ് ചെയ്യുന്ന യുണീക്ക് ആയിട്ടുള്ള കോഡാണ്. അതൊരു സ്കാനർ ഉപയോഗിച്ചിട്ട് അതിനെ ആക്സസ് ചെയ്യുന്നു. ആക്സസ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ യുണീക്ക് കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കമ്പ്യൂട്ടറിനകത്ത്, ഡേറ്റാബേസിനകത്ത് ഉണ്ട്. അപ്പോൾ പലതരത്തിലുള്ള പ്രോഡക്ട്സിൻ്റെയും ഇതുപോലുള്ള ഇൻഫർമേഷൻ ആ കമ്പ്യൂട്ടർ ഡേറ്റാബേസിലുണ്ട്. സ്കാനർ ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്യുമ്പോൾ അതിനകത്ത് ആ യുണീക്ക് ആയിട്ടുള്ള പലതിനെയും കമ്പയർ ചെയ്ത് അവസാനം ഈ പ്രോഡക്റ്റുമായിട്ട്, ഏത് പ്രോഡക്റ്റിൻ്റെ കോഡാണോ സ്കാൻ ചെയ്തത് ആ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ആ പർട്ടിക്കുലർ കോഡ് മാത്രം ഡേറ്റാബേസിൽ നിന്ന് റിട്രീവ്ഡ് ആവുന്നു. ആ പ്രോഡക്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻസ്, അതിൻ്റെ പ്രൈസ്, അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിസ്പ്ലേഡ് ആവുന്നു, റിട്രീവ്ഡ് ആവുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയുള്ളൊരു ടെക്നിക്കാണ് ഈ ബാർകോഡിംഗ് എന്ന് പറയുന്ന പ്രൊസീജിയറിലും ഫോളോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു അൺനോൺ സ്പീഷീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് DNA ബാർകോഡിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത് ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിൻ്റെ ഭാഗമായിരിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ സ്പീഷീസ് ആയിരിക്കാം. അപ്പോൾ ഈ സ്പെസിമെനെ നമ്മൾ ആദ്യമേ തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ DNA, ഒരു പർട്ടിക്കുലർ ജീനുമായിട്ട് ബന്ധപ്പെട്ട DNA സീക്വൻസ് എക്സ്ട്രാക്റ്റ് ചെയ്യണം. DNA എക്സ്ട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആ എക്സ്ട്രാക്റ്റ് ചെയ്ത DNAയിൽ നിന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ആ ബാർകോഡ് റീജിയൻ, ആ ബാർകോഡ് റീജിയനെ കോപ്പി ചെയ്യണം, അതിനെ ആംപ്ലിഫൈ ചെയ്യണം. കൂടുതൽ സെക്ഷൻസ് ആ പർട്ടിക്കുലർ DNA പോർഷൻ്റെ ഉണ്ടാക്കണം. ഇനി അങ്ങനെ ഉണ്ടാക്കിയ ആ DNA പോർഷൻ്റെ സീക്വൻസിങ് ചെയ്യണം. ആ സീക്വൻസിനെ ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യണം. ഓൾറെഡി ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട് 100% സിമിലാരിറ്റി കാണിക്കുവാണെങ്കിൽ, ഏത് സീക്വൻസുമായിട്ടാണോ സിമിലാരിറ്റി കാണിച്ചിരിക്കുന്നത് ആ പർട്ടിക്കുലർ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന ഒരു ഓർഗാനിസമാണ് നമ്മുടെ സ്പെസിമെനും. അപ്പോൾ നമ്മുടെ സ്പെസിമെൻ്റെ സ്പീഷീസ് നമുക്ക് ആ രീതിയിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി. ഇനി ഒരു തരത്തിലുള്ള സിമിലാരിറ്റിയും ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട് കാണിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയൊരു സ്പീഷീസാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ സ്പീഷീസിൽ നിന്ന്, അൺനോൺ സ്പീഷീസ് അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമെനിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു. ആ DNA PCR പോലെയുള്ള ടെക്നിക്സ് ഉപയോഗിച്ചിട്ട് ആംപ്ലിഫൈ ചെയ്യുന്നു അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ബാർകോഡ് പോർഷൻസ്. ഇപ്പോൾ എല്ലാ പോർഷൻസും ഒന്നും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. യുണീക്കായിട്ട് ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ചില പോർഷൻസ് ഉണ്ട്.
സ്പെസിഫിക് ആയിട്ടുള്ള ജീൻസ് ഉണ്ട്. ആ ജീൻസിൻ്റെ ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അതിനെ സീക്വൻസ് ചെയ്യുന്നു, പിന്നീട് ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട് കമ്പയർ ചെയ്യുന്നു. സിമിലാരിറ്റി അവിടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പുമായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മുടെ സ്പെസിമെനും ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ഇനി അവിടെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സീക്വൻസസ് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതൊരു പുതിയ സ്പീഷീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ യൂസസ് എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ബൈ യൂസിങ് ദിസ് ടെക്നിക് വി ക്യാൻ അലോക്കേറ്റ് or a taxonomist can allocate unknown specimens to already described and classified species. Then discovery of new species. ഇപ്പോൾ വലിയ മാക്രോ ഓർഗാനിസം ആണെങ്കിൽ മോർഫോളജിക്കൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ലെവൽ വരുമ്പോഴേക്കിന്, ഫോർ എക്സാമ്പിൾ നമ്മുടെ COVID-19 കൊറോണ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ വൈറസിൻ്റെ പലതരത്തിലുള്ള സ്ട്രെയിൻസ് ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒറിജിനേറ്റ് ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പുതിയ സ്പീഷീസ് ആണെന്ന് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? ഇതെല്ലാം മോളിക്കുലർ ടാക്സോണമിയുടെ ആപ്ലിക്കേഷനാണ്. ആ ഓർഗാനിസത്തിൻ്റെ സീക്വൻസസ് ഓൾറെഡി ഡേറ്റാബേസസിൽ ഉണ്ട്. അത് സീക്വൻസ് ചെയ്ത് ഇപ്പോൾ ആദ്യത്തെ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി വന്നപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സീക്വൻസ് ഡേറ്റാബേസിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അതിനെ ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പുതിയ സ്ട്രെയിൻസ് ഓരോരോ സാമ്പിൾസ് വരുമ്പോൾ ആ സാമ്പിൾസിനകത്തുള്ള സീക്വൻസിങ് നടത്തി ഡേറ്റാബേസിലുള്ള സീക്വൻസുമായിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കമ്പയർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കമ്പാരിസൺ 100% സിമിലർ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ സ്പെസിമെനകത്തുണ്ടായിരുന്ന സ്ട്രെയിൻ എന്ന് പറയുന്നത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൾറെഡി ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള കോവിഡ് സ്പീഷീസ് അല്ലെങ്കിൽ വെറൈറ്റി സ്ട്രെയിൻ തന്നെയാണ്. ഇനി ഏതെങ്കിലും ഒരു മാറ്റം കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പുതിയ വകഭേദം ഉണ്ടായിട്ടുണ്ട്, പുതിയ സ്ട്രെയിന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പുതിയ തരത്തിലുള്ള സ്ട്രെയിൻസിനെയും സ്പീഷീസിനെയും ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ, ഡിസ്കവർ ചെയ്യാൻ ഈ ടെക്നിക്ക് വളരെയധികം എഫക്റ്റീവാണ്. The most commonly used barcode region for animals is a portion of the cytochrome C oxidase 1 gene found in the mitochondrial DNA. Mitochondrial DNA യിലുള്ള CO1 എന്ന് പറയുന്ന COX1 എന്ന് പറയുന്ന ഒരു ജീനാണ് സാധാരണ രീതിയിൽ ബാർകോഡ് റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്ത് ഓർഗാനിസത്തെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. മൈറ്റോകോൺഡ്രിയൽ DNA ഉപയോഗിക്കാനുള്ള കാരണം, ഇപ്പോൾ COX1 എന്ന് പറയുന്ന ജീൻ അത് മൈറ്റോകോൺഡ്രിയൽ DNA സർക്കുലർ ആയിട്ടുള്ള DNA ആണ്. ആ സർക്കുലർ DNAക്കകത്ത് എക്സിസ്റ്റ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ കളറിലുള്ള പോർഷനാണ് COX1 ജീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മൈറ്റോകോൺഡ്രിയൽ DNA അല്ലെങ്കിൽ മൈറ്റോകോൺഡ്രിയൽ ജീന് ഒരു സ്പീഷീസിൻ്റെ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ക്രോമസോമൽ DNA അല്ലെങ്കിൽ ജീനോമിക് DNA എന്ന് പറയുന്നത് അത് പലപ്പോഴും റീകോമ്പിനേഷന് വിധേയമാണ്. അപ്പോൾ ഹൈ ഡിഗ്രി പോളിമോർഫിസം ആ പർട്ടിക്കുലർ റീജിയൻസ് കാണിക്കാനുള്ള സാധ്യത ഇല്ല. അപ്പോൾ യുണീക്ക്നെസ് കൂടുതൽ കാണിക്കുന്നത് ഇങ്ങനെ ഒരു തരത്തിലും റീകോമ്പിനേഷൻ ഒന്നും നടക്കാത്ത മൈറ്റോകോൺഡ്രിയൽ DNA പോലെയുള്ള എക്സ്ട്രാ ക്രോമസോമൽ DNA ആണ്. അപ്പോൾ അതുകൊണ്ടാണ് മൈറ്റോകോൺഡ്രിയൽ DNA വളരെ എക്സ്റ്റെൻസീവായിട്ട് ഈ സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്, അതിനകത്തുള്ള സ്പെസിഫിക് ജീൻസ്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷനാണ്, മോളിക്കുലർ ടാക്സോണമിയുടെ ഒരു ആപ്ലിക്കേഷനാണ് DNA ഫിംഗർ പ്രിൻറ്റിങ്. ഇത് ആക്ച്വലി സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇത് ഫോറൻസിക് അനാലിസിസിലും അതുപോലെ തന്നെ പേരൻ്റൽ ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരുമ്പോഴാണ് ഉപയോഗിക്കുന്നത് കൂടുതലും. എന്നിരുന്നാൽ പോലും സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷനും ഈ ടെക്നിക്ക് ഉപയോഗിക്കാം. അതിൻ്റെ ഒരു കോമൺ പ്രോട്ടോക്കോളാണ് നിങ്ങളിവിടെ കാണുന്നത്. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് കഴിയുമ്പോൾ, ബ്ലഡ് പോലെയുള്ള സാമ്പിൾസ്, ആ സാമ്പിളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, DNA ഐസൊലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എടുക്കുന്ന DNA റെസ്ട്രിക്ഷൻ എൻസൈംസ് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ DNA ഫ്രാഗ്മെൻറ്റഡ് ആവുന്നു. എന്നിട്ട് അങ്ങനെയുള്ള ഫ്രാഗ്മെൻറ്റഡ് ആയിട്ടുള്ള DNA സെപ്പറേറ്റ് ചെയ്യുന്നു. ഓരോ ഫ്രാഗ്മെൻറ്റിനെ സെപ്പറേറ്റ് ചെയ്ത് ഇലക്ട്രോഫോറസിസ് വഴി സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നു. ഇനി ഒരു സദേൺ ബ്ലോട്ട് എന്ന് പറയുന്ന ടെക്നിക്ക് വഴി അങ്ങനെ ഉണ്ടാകുന്ന ഫ്രാഗ്മെൻറ്റ്സിനെ
ഒരു മെംബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി ഒരു റേഡിയോ ആക്റ്റീവ് പ്രോബുമായിട്ട് ഈ പർട്ടിക്കുലർ DNA ഫ്രാഗ്മെൻറ്റ്സിനെ ഹൈബ്രിഡൈസ് ചെയ്യുന്നു. ദെൻ എക്സസ് ആയിട്ടുള്ള റേഡിയോ ആക്റ്റീവ് പ്രോബിനെ വാഷ് ഔട്ട് ചെയ്യുന്നു. പിന്നീട് ഒരു എക്സ്റേ ഫിലിം ഡെവലപ്പിംഗ് ദ എക്സ്റേ ഫിലിം ടു ഡിറ്റക്ട് ദ റേഡിയോ ആക്റ്റീവ് പ്രോബ്. അപ്പോൾ അങ്ങനെ ആ റേഡിയോ ആക്റ്റീവ് പ്രോബിൻ്റെ പ്രസൻസ് ബാൻഡ്സ് ആയിട്ട് ഫൈനലായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ബാൻഡ്സിനെ നോൺ സ്പീഷീസിൻ്റെ ബാൻഡ്സുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ ഈ ബാൻഡ്സിനകത്ത് സിമിലാരിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്പീഷീസ് അല്ലെങ്കിൽ ഓർഗാനിസംസ് ഒരേ ഗ്രൂപ്പിലുള്ള കാറ്റഗറിയാണ്. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഫോറൻസിക്കിലാണ് ഉപയോഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ക്രൈം സീനിൽ നിന്ന് പലതരത്തിലുള്ള സാമ്പിൾസ് കളക്ട് ചെയ്ത് അതുപോലെ ബാൻഡ്സ് ഫൈനലി പ്രിപ്പയർ ചെയ്യുന്നു. ആ ബാൻഡ്സ് പരസ്പരം കമ്പയർ ചെയ്യുന്നു. എന്നിട്ട് ആ ക്രൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള സസ്പെക്ട്സ് ഉണ്ടായിരിക്കും. അവരുടെ ആ സാമ്പിൾസിൻ്റെ ബാൻഡിങ് പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ജഡ്ജിമെൻറ്റ്സ് ഉണ്ടാക്കുന്നു. ഇത് പേരൻ്റൽ ഡിസ്പ്യൂട്ട്സിലും ഒക്കെ വളരെ പ്രോമിനൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. ഇനി ഇതിനെയും നമുക്ക് എന്തിനു ഉപയോഗിക്കാം? സ്പീഷീസ് ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓരോ സ്പീഷീസിനും കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ഒരു ബാൻഡിങ് പാറ്റേൺ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ബാൻഡിങ് പാറ്റേൺ മറ്റുള്ള ഓർഗാനിസത്തിൻ്റെ ബാൻഡിങ് പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്ത് ഒരേ സ്പീഷീസിലുള്ളതാണോ പുതിയ സ്പീഷീസ് ആണോ എന്നൊക്കെയുള്ള ജഡ്ജിമെൻറ്റിൽ എത്താൻ സാധിക്കും. ഇനി അടുത്താണ് ഫൈലോജനറ്റിക് ഓർ ക്ലാഡിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ. മോളിക്കുലാർ ടാക്സോണമി പോലെ തന്നെയുള്ള ഒരു മോഡേൺ ട്രെൻഡാണ് ഫൈലോജനറ്റിക് അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ക്ലാസിക്കലായിട്ടുള്ള ടാക്സോണമി മെയിനായിട്ടും ഓർഗാനിസത്തെ മോർഫോളജിക്കൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ ടാക്സോണമിക് ഫീൽഡിനെ ഫെനറ്റിക്സ് എന്നാണ് പറയുന്നത്. പക്ഷേ ക്ലാഡിസ്റ്റിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലാഡിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ക്ലാസിഫൈസ് ഓർഗാനിസംസ് ബേസ്ഡ് ഓൺ ദെയർ ആൻസിസ്ട്രി ആൻഡ് എവല്യൂഷണറി റിലേഷൻഷിപ്സ്. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്ത് ഓർഗാനിസത്തെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ക്ലാഡിസ്റ്റിക് ക്ലാസിഫിക്കേഷൻ. ഇപ്പോൾ ഇവിടെ വെർട്ടിബ്രേറ്റ്സിൻ്റെ പല ക്ലാസസ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിക്കുന്ന ഒരു എവല്യൂഷണറി റിലേഷൻഷിപ്പ് വളരെ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഡയഗ്രത്തിന് പറയുന്ന പേരാണ് ക്ലാഡോഗ്രാം. അപ്പോൾ ക്ലാഡോഗ്രാം ആർ ബ്രാഞ്ചിങ് ഡയഗ്രംസ് ദാറ്റ് ഡെപിക്ട്സ് സ്പീഷീസ് ഡൈവേർജൻസ് ഫ്രം കോമൺ ആൻസിസ്റ്റേഴ്സ്. അപ്പോൾ എവല്യൂഷണറി റിലേഷൻഷിപ്സ് കാണിക്കുന്ന കോമൺ ആൻസിസ്ട്രി ഒക്കെ വളരെ ഈസി ആയിട്ട് ഡെപിക്റ്റ് ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. A cladogram is a phylogenetic tree that shows the distribution and origin of shared characteristics. ഇപ്പോൾ വെർട്ടിബ്രേ എന്ന് പറയുന്നതാണ് ഈ എല്ലാ ഗ്രൂപ്പുകൾക്കും ഉള്ള കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ആ വെർട്ടിബ്രൽ കോളത്തിൻ്റെ പ്രസൻസ് ഈ എല്ലാ ഗ്രൂപ്പിലും നമുക്ക് കാണാൻ സാധിക്കും. ഇനി ബോണി സ്കെലിറ്റൺ എന്ന് പറയുന്നത് റേഫിൻഡ് ഫിഷസ്, ദെൻ ആംഫിബിയൻസ്, പ്രൈമേറ്റ്സ്, റോഡൻസ്, റാബിറ്റ്സ്, ക്രോക്കഡൈൽ, ഡൈനോസോർസ്, ദെൻ ബേർഡ്സ്, ഇവയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ഷാർക്ക് എന്ന് പറയുന്നത് കാർട്ടിലേജ് ഫിഷാണ്. അപ്പോൾ ഈ ബോണി സ്കെലിറ്റൺ ഉള്ള ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്നാണ് ഇവയെല്ലാം ഉണ്ടായിരിക്കുന്നത്. ദെൻ ഫോർ ലിംസ് എന്ന് പറയുന്നത് ആംഫിബിയൻസ്, ദെൻ പ്രൈമേറ്റ്സ്, റോഡൻസ്, റാബിറ്റ്സ്, ദെൻ റെപ്റ്റൈൽസ്, ബേർഡ്സ്, ഇതെല്ലാം ഫോർ ലിംഡ് ആയിട്ടുള്ള വെറൈറ്റിയിൽ നിന്നുണ്ടാകുന്ന ഓർഗാനിസംസ് ആണ്. അപ്പോൾ ഒരു കോമൺ ആൻസിസ്ട്രി അവിടെയുണ്ട്. അപ്പോൾ റേഫിൻഡ് ഫിഷിന് അങ്ങനെ അല്ല. ദെൻ അമ്നിയോട്ടിക് എഗ്, പ്രൈമേറ്റ്സ്, റോഡൻസ്, ക്രോക്കഡൈൽസ്, ദെൻ ഡൈനോസോർസ് ആൻഡ് ബേർഡ്സ്, അവയ്ക്ക് ആർമിനോട്ടിക് എഗ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഹെയർ എന്ന് പറയുന്നത് പ്രൈമേറ്റിനും റോഡൻസിനും കാണും. ദെൻ പോസ്റ്റ് ഓർബിറ്റൽ ഫെനസ്ട്രേ, അത് ക്രോക്കഡൈൽസിനും ബേർഡ്സിനും. അപ്പോൾ ഈ കോമൺ ആൻസിസ്ട്രിയെയും ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സിനെയും ഒക്കെ വളരെയധികം ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഡയഗ്രമാണ് ക്ലാഡോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ക്ലാഡിസ്റ്റിക് ക്ലാസിഫിക്കേഷനകത്ത് ജസ്റ്റ് മോർഫോളജിക്കൽ സ്ട്രക്ചറൽ ഫീച്ചേഴ്സിൻ്റെ കമ്പാരിസൺ വഴിയല്ല ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, എവല്യൂഷണറി റിലേഷൻഷിപ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ്
ടാക്സോണമിയിലുള്ള മോഡേൺ ട്രെൻഡ്സ്.